മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള രണ്ട് പേരുകൾ മമ്മൂട്ടി, മോഹൻലാൽ. കഥാപാത്രങ്ങളിലേക്ക് പരകായപ്രവേശം നടത്തി വെള്ളിത്തിരയിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന രണ്ടുപേർ. നടന്മാരായി, നായകരായി, അതിലുപരി സൂപ്പർ താരങ്ങളായി അരങ്ങുവാഴുന്നവർ. കഥാപാത്രങ്ങളിലൂടെ മോഹൻലാലും മമ്മൂട്ടിയും നമ്മെ ചിരിപ്പിച്ചിട്ടുണ്ട്, കരയിച്ചിട്ടുണ്ട്, അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, ആവേശഭരിതരാക്കിയിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ആഴത്തിൽ ഇരുവരും നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിച്ച നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. വെള്ളിത്തിരയുടെ പുറത്ത് ലാലുവും ഇച്ചാക്കയും തുടരുന്ന സൗഹൃദത്തിലാണത്. സ്ക്രീനിലെ ഏതൊരു സീനിനേക്കാളും ആർദ്രമായ സൗഹൃദത്തിൻ്റെ ആഴം മമ്മൂക്കയും ലാലേട്ടനും പലതവണ കാണിച്ചു തന്നിട്ടുണ്ട്. താരപ്രഭാവത്തിൻ്റെ ഭാരത്തെ എങ്ങനെയാണ് മോഹൻലാലും മമ്മൂട്ടിയും സൗഹൃദത്തിൻ്റെ ഇടങ്ങളിൽ മറികടക്കുന്നത് എന്നത് കൗതുകത്തോടെ, ഇഷ്ടത്തോടെ, കൊതിയോടെ നോക്കിയിരിക്കുന്നവരാകും മലയാളി സിനിമാ പ്രേമികളിൽ ഭൂരിഭാഗവും. പലപ്പോഴും മമ്മൂക്ക ലാലേട്ടൻ മുറവിളിയുമായി നടക്കുന്ന ഫാൻ ഫൈറ്റുകൾ എന്തൊരു പാഴ്വേലയാണെന്ന് നമ്മളെക്കൊണ്ട് ഇവർ ചിന്തിപ്പിച്ചിട്ടില്ലേ? ഏകദേശം സമാന കാലഘട്ടങ്ങളിൽ സിനിമയിലേക്ക് ചുവടുവെച്ചവർ. സൂപ്പർ സ്റ്റാർ പദവിയും അവാർഡുകളുടെ തിളക്കങ്ങളും തേടിയെത്തിയതും ഏകദേശം ഒരേ കാലത്ത്. പല ഇൻഡസ്ട്രികളിലും സൂപ്പർ സ്റ്റാറുകൾ പരസ്പരം സിനിമകളിലും പുറത്തും മാത്സര്യം പുലർത്തിയപ്പോൾ ഇവിടെ രണ്ടുപേർ സുഹൃത്തുക്കളായി തന്നെ തുടർന്നു. സിനിമയിലെ ആദ്യനാളുകളിൽ സഹതാരങ്ങളായും സുഹൃത്തുക്കളായും നായകനായും വില്ലനുമായും തുടങ്ങി അച്ഛനും മകനുമായി വരെ അഭിനയിച്ചവരാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഒന്നിച്ചെത്തിയത് 55ഓളം സിനിമകളിൽ. മറ്റൊരു ഇൻഡസ്ട്രിയിലും ആലോചിക്കാൻ പോലുമാകാത്ത റെക്കോർഡ്. നമ്പർ 20 മദ്രാസ് മെയിലിൽ മമ്മൂട്ടിയായി തന്നെ മോഹൻലാലിൻ്റെ ടോണി കുരിശിങ്കലിനൊപ്പം എത്തി. ആ സിനിമയിലെ ഏവരുടെയും ഫേവറിറ്റ് സീനുകൾ മമ്മൂട്ടിയെ കാണാനായി ഓടിയെത്തുന്ന ആരാധകനായ ടോണിയായിരിക്കും. വർഷങ്ങൾ കഴിഞ്ഞ് കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിൽ മോഹൻലാലിൻ്റെ കടുത്ത ആരാധകനായി മമ്മൂട്ടിയുടെ മാത്തുക്കുട്ടി വന്നു. മോഹൻലാലിൻ്റെ നരസിംഹത്തിൽ ഇന്ദുചൂടൻ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടപ്പോൾ കോടതിയിൽ രക്ഷിക്കാനായി എത്തുന്നത് മമ്മൂട്ടിയുടെ നന്ദഗോപാൽ മാരാർ ആയിരുന്നു. സിനിമയിലെ ഈ കാമിയോ റോളുകൾ ഇനിയും ഏറെ നീളും. ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുന്നു എന്നതാണല്ലോ. സിൽവർ സ്ക്രീനിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുന്നു എന്നറിഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷമാണ്. കാണാനായി കാത്തിരിക്കാൻ ഒരാവേശമാണ്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഇരുവരും ഒന്നിച്ച നിർമ്മാണ സംരംഭങ്ങളിൽ ഒന്നാണ്. കരിയറിലെ വലിയ പ്രോജക്റ്റുകളിൽ ഇവർ പരസ്പരം നൽകുന്ന സഹകരണം മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് തന്നെ എത്രമാത്രം നിർണായകമാണെന്ന് വരും കാലങ്ങളിൽ ഓർമ്മിക്കപ്പെടും, പഠനവിധേയം പോലുമായേക്കാം. ഒരാളുടെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതും വിജയത്തിൽ സന്തോഷിക്കുന്നതും രണ്ടാമത്തെ ആളാണ്. എത്ര മനോഹരമല്ലേ? പ്രിയപ്പെട്ട മമ്മൂക്ക, ലാലേട്ട, നിങ്ങൾക്ക് എല്ലാ പ്രാർത്ഥനകളും ആശംസകളും. ഇനിയും ഒരുപാട് കാലം നിങ്ങളുടെ സൗഹൃദം നിലനിൽക്കട്ടെ.